അടൂരിന്റെ സ്വർണ്ണ സങ്കല്പങ്ങൾക്ക് മിഴിവേകുന്ന മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും വലിയ 1 ഗ്രാം ജ്വല്ലറി. നിഖിൽ 1 ഗ്രാം ജ്വല്ലറി ആൻഡ് സിൽവർ പാലസ് നിയർ കാരുണ്യ ഐ ഹോസ്പിറ്റൽ, അടൂർ. മുൻവിരോധം കാരണം വീട്ടിൽ അതിക്രമിച്ചു കയറി ഒറ്റയ്ക്ക് താമസിക്കുന്നയാളെ ദേഹോപദ്രവം ഏൽപ്പിച്ച കേസിൽ 2 പേരെ കീഴ്വായ്പൂർ പോലീസ് പിടികൂടി. ആനിക്കാട് നൂറോൺമാവ് വെള്ളിയാൺമാവ് കുളമങ്കാട് വീട്ടിൽ 62-കാരൻ സജി മാത്യുവിനെയാണ് ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:30 സംഭവം. വസ്തുതർക്കത്തെ തുടർന്നുള്ള വിരോധത്തിൽ വീട്ടിൽ കയറി അസഭ്യം പറയുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും വസ്ത്രങ്ങൾ വലിച്ചു കീറുകയും ദേഹോപദ്രവമേൽപ്പിക്കുകയും ചെയ്ത സംഭവത്തിലാണ് അറസ്റ്റ്. ആനിക്കാട് വെള്ളിയമ്മാവ് നൂറോൺമാവ് തൊമ്മിക്കാട്ടിൽ വീട്ടിൽ 53-കാരൻ സാജൻ എന്ന TB വർഗീസ്, 44-കാരൻ കൊച്ചുമോൻ എന്ന ജോർജ് വർഗീസ് എന്നിവരാണ് അറസ്റ്റിലായത്. 3-ാം പ്രതി നൂറോൺമാവ് നാട്ടുപറമ്പിൽ മനോജ് ഒളിവിലാണ്. 2-ാം പ്രതി ജോർജ് വർഗീസ് അസഭ്യം വിളിച്ചുകൊണ്ട് ആദ്യം ഉപദ്രവിച്ചു. ഇയാൾ പിടിച്ചു തള്ളിയപ്പോൾ 1-ാം പ്രതി ഒപ്പം ചേർന്ന് തള്ളിയിട്ട് ചവിട്ടുകയും മർദ്ദിക്കുകയും ചെയ്തു. മനോജ് സജി മാത്യുവിന്റെ മുഖത്ത് അടിച്ചതായും മൊഴിയിൽ പറയുന്നു. വർഗീസ് സജിയുടെ വസ്ത്രം വലിച്ചു കീറിയ ശേഷം കയ്യിലിരുന്ന കമ്പുകൊണ്ട് അടിക്കുകയും തലപിടിച്ച് തറയിൽ ഇടിപ്പിക്കുകയും ചെയ്തു. ഈ സമയം ജോർജ് വർഗീസ് വീട്ടിൽ കിടന്ന മൺവെട്ടിയുടെ കൈകൊണ്ട് ഇദ്ദേഹത്തെ മർദ്ദിച്ചു. മൊബൈൽ ഫോണും വീട്ടുപകരണങ്ങളും പ്രതികൾ നശിപ്പിച്ചതായും പറയപ്പെടുന്നു. തിരുവല്ല ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടിയ ശേഷം അടുത്ത ദിവസം കീഴ്വായ്പൂർ പോലീസ് സ്റ്റേഷനിലെത്തി സജി മാത്യു മൊഴി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ SI സതീഷ് ശേഖർ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. തുടർന്ന് പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ പ്രതികൾക്കായി നടത്തിയ തെരച്ചിലിൽ രാത്രി 11 മണിയോടെ ഇവരുടെ വീടുകൾക്ക് സമീപത്തു നിന്നും കസ്റ്റഡിയിലെടുത്തു. സ്ഥലത്ത് പോലീസ് നടത്തിയ പരിശോധനയിൽ ആക്രമണത്തിന് ഉപയോഗിച്ച കമ്പും മൺവെട്ടിയുടെ കൈയും കണ്ടെത്തി. പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു. 3-ാം പ്രതിക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കി. പോലീസ് ഇൻസ്പെക്ടർ ബിപിൻ ഗോപിനാഥിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.